പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന വിലയേറിയ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വേദിയിലായിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസന്മാർ, ഇവിടെ കർത്താവിൻ്റെ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ നമുക്കൊരു സഭായോഗം കൂടാൻ കർത്താവ് അനുവാദം തന്നു. ദൈവം അനുവദിച്ച ദിവസമാണ്. കർത്താവിൻ്റെ ദാസൻ വിനോയ് പാസ്റ്റർ ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പദം കേട്ട് ഒന്ന് ഞെട്ടി. സത്യമോ? ദൈവദാസൻ എന്നോട് വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനെടുത്ത വചനത്തിനകത്ത് അതിൻ്റെ കാമ്പായ ഒരു ഭാഗം, അതിൻ്റെ ഒരു വാക്കാണ് താൻ പറഞ്ഞത്. ഇന്ന് ഞാനിവിടെ ശുശ്രൂഷിക്കാൻ ഉദ്ദേശിക്കുന്ന ദൈവവചനം 47-ാം സങ്കീർത്തനം. ഞാൻ സാധാരണ സങ്കീർത്തനം പ്രസംഗിക്കാറില്ല, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയ വചനം അതാണ്, 47-ാം സങ്കീർത്തനം. ഇതിനകത്ത് ഒരു 10-15 ആഴ്ച പ്രസംഗിക്കാനുള്ള ദൂത് കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വളരെ ചുരുക്കമായിട്ട് നമുക്കറിയാവുന്ന ഭാഷയിൽ മലയാളം മനസ്സിലാക്കുന്നവരെങ്കിലും അതിനൊരു ആമേൻ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ പറയേണ്ട, ആമേൻ പറയേണ്ട സമയം വരുമ്പോൾ പറഞ്ഞാൽ മതി. വെറുതെ കയറി ആമേൻ പറഞ്ഞാൽ നമുക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് പറയേണ്ട സമയത്ത് അത് പറയണം. സ്തോത്രം. 47-ാം സങ്കീർത്തനത്ത് 9 വാക്യങ്ങളാണ് ഉള്ളത്. അതിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്, സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. സ്തോത്രം. ഈ സങ്കീർത്തനം തുടർമാനമായിട്ട് 9 വാക്യങ്ങൾ വായിച്ചാൽ, ഇതിനെ നമുക്ക് 3ആയിട്ട് വിഭാഗിച്ചാൽ, ഈ 9 വാക്യങ്ങളെ 3ആയിട്ട് വിഭാഗിച്ചാൽ നമുക്ക് ഒരു നല്ല ഉത്തരം കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിലൊന്ന് बीच में थोड़ा हिंदी बोलेगा तो चलेगा. डोंट वरी तो ट्रांसलेशन. अरे हमेशा ही ट्रांसलेशन कर सकते. 3 വർഷം ഞാൻ ഹിന്ദി സർവീസ് മാത്രം നടത്തിയ ഒരാളാണ്. ഒരു മലയാളം പാട്ട് പോലും പാടാതെ 3 വർഷം ഹിന്ദി പാട്ട് മാത്രം പാടി സർവീസ് നടത്തി. Singing Hindi songs for continuous 3 years. ഈ Psalms 47 നമുക്കതിനെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. We can part this psalm by ourselves into 3 different parts. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ഭാഗം ഇതാണ്, നമ്മുടെ രാജാവ് ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. We need to realize, we need to understand who is our king. അതാ ദേവദാസൻ ആ വാക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടിയത്. കാരണം എൻ്റെ അകത്ത് രാവിലെ പറഞ്ഞേ, നാം മഹാരാജാവിൻ്റെ സന്നിധിയിലല്ലോ വന്നിരിക്കുന്നത്. That's why when the pastor was speaking about the presence of which king, the greatest king, we are gathered here. ഇവൻ വെറും രാജാവല്ല. He is not just an ordinary king. ഇവൻ സർവ്വഭൂമിക്കും രാജാവാണ്. He is the king of kings for the entire earth. Praise the Lord. Hallelujah. ഇയാൾ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ ഒരു കൊച്ചു നാട്ടുരാജാവല്ല. He is not a tetrarch or a normal king for certain
areas. സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന മഹാരാജാവാണ്. He is the one who rules over the entire universe. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചെവികൾ തുറന്ന്, നിങ്ങളുടെ ഹൃദയത്തിനകത്തിൻ്റെ വിശ്വാസം തുറന്ന്, അതിൽ കൂടെ വേണം ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കാൻ. We have to listen to the word by opening our inner ears, and we need to digest and understand it. അപ്പൊ എങ്കിലേ ഇത് ക്രിയാത്മകമായി വരുത്തുള്ളൂ. Then only it will be effective in our life. അതിപ്പോ ഞാൻ പ്രസംഗിച്ചാലും ബിനോയ് പാഷ പ്രസംഗിച്ചാലും അങ്ങനെ അത് ക്രിയാത്മകമാകത്തുള്ളൂ. Whoever is preaching, the man of God who stands over here, that has to be done, and it will be effective in അപ്പോൾ our ഒന്ന് life. നാം ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചൊരു അറിവ് നമുക്കുണ്ടായിരിക്കണം. One thing we need to understand about the king whom we follow. ആമേൻ. ഇവിടെ പറയുന്നു അവൻ ആരാണ്? Who is that? അവൻ സർവ്വഭൂമിക്കും He is രാജാവായിട്ടുള്ളവനാണ്. the king of kings for entire earth. പലപ്പോഴും പല രാജാക്കന്മാരും യുദ്ധം ചെയ്യാറുണ്ട്, എല്ലാവരും ജയിക്കാറില്ല, ചിലർ ചിലപ്പോൾ തോറ്റു പോകാറുണ്ട്. Many times the kings they fought their fights, but many of them fails to. ജീവിതത്തിൽ ഒരിക്കലും തോൽക്കാത്ത ഒരു രാജാവ് ഈ ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിപ്പില്ല. There is no king in this world that never defeated in his entire span of ഏതെങ്കിലും ഒരു rule. ഭാഗത്ത് ഈ രാജാവ് എവിടെങ്കിലും ഒക്കെ തോറ്റിട്ടുണ്ട്. One or other places they might have failed. Praise the Lord. Hallelujah. ചിലപ്പോൾ രാജ്യത്തെ തോറ്റില്ലെങ്കിലും ഭാര്യയുടെ മുമ്പിൽ തോറ്റിട്ടുണ്ട്. Even if they might have not failed in the fight they fought in between, they might have failed in their family life to the wife or the spouse. ദൂത് പറയാൻ നേരമില്ല, വാക്യം പറഞ്ഞു വിട്ടേക്കാം. I'm not going to elaborate on that because of the time. I'm just telling you the verse. എന്തായാലും ഇംഗ്ലീഷ് കൂടെ പറയുന്നുണ്ട്, ചിലർക്കൊക്കെ മനസ്സിലാകുന്നു. I believe that some of you might understand, even if because of the പക്ഷേ ഈ translation. രാജാവിനെ കുറിച്ച് പറയുന്നത് About this king, ഇവൻ എവിടെയും എന്നും എന്നേക്കും തോറ്റിട്ടില്ലാത്തവൻ, he has never failed to anyone. എല്ലായിടത്തും വിജയം വരിച്ചവനാണ്. Everywhere he was victorious. Praise the Lord. Hallelujah. ഇനി രണ്ടാമത്തെ വിഷയം, ഇവൻ ആരൊക്കെയാ ഭരിക്കുന്നത്? Who are being ruled by this person is the Praise the second one. Lord. Hallelujah. അവിടെ പറയുന്നത് അവൻ ജാതികളെ മുഴുവനും ഭരിക്കുന്ന He രാജാവാണ്. rules over the entire nations. ആമേൻ. അഞ്ചാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. The fifth verse we see like this. അവൻ ആമേൻ ജാതികളെ മുഴുവനും ഭരിക്കുന്ന രാജാവ്. He rules over the entire nations. Praise the Lord. മൂന്നാമതായി പറയുന്നത്, Third thing, ഇവൻ എന്തൊക്കെയാ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? what are his areas of work for us? ഇവനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? What is the relation between this king and us? Praise the Lord. നമ്മളും ഈ രാജാവും തമ്മിലുള്ള ബന്ധം എന്താണ്? What is the relation between this king and us? ഹല്ലേലൂയ. ഈ രാജാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ച ഒരു പഴയ നിയമ രാജാവ് ഉണ്ടായിരുന്നു. There was a king who had the understanding about this greatest king. അദ്ദേഹത്തിന്റെ പേരാണ് യഹോശാഫാത്ത്. His name was Jehoshaphat. ആ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ തന്റെ പരിജ്ഞാനത്തെ കുറിച്ച് തന്റെ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നുണ്ട്. In the book of 2 Chronicles chapter 20, in the 5th verse, we can see that understanding about his knowledge about the Lord, അവിടെ and it is visible. വളരെ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. Very vividly it is explained over നീ there. മഹാദൈവം തന്നെ. You are a great God. നീ ജാതികളുടെ എല്ലാ രാജ്യങ്ങളെയും ഭരിക്കുന്നവൻ. You are the one who rules over the entire nations. ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിന്റെ കയ്യിലുണ്ട്. There is a great mighty power in your hands that no one can stand against അതിന്റെ you. അർത്ഥം എന്താണെന്നറിയാമോ? You know what is the meaning of that? എനിക്ക് നേരെ 3 വൻശക്തികൾ ആക്രമിക്കാൻ അടുത്തു വന്ന് നിൽക്കുക. There are 3 great powers who are coming against me, who want to subdue me. അവരോട് നേരിടാനുള്ള ശക്തി എനിക്കില്ല. I do not have any power to stand against them even. ഞാൻ വിചാരിച്ചാൽ അടുത്തുള്ള നാട്ടുരാജാക്കന്മാരെ കൂടെ വിളിക്കാം. Maximum I can bring other kings who are aside me or come to ally with them. അവരോട് വന്നാലും ഈ യുദ്ധം ജയിക്കണമെന്നില്ല. Even if they join me, our army cannot defeat them. പക്ഷെ എനിക്കൊരു അറിവുണ്ട്. But I know one thing. എന്നെക്കാളും അവരെക്കാളും ശക്തനായ ഒരു മഹാരാജാവ് എനിക്കുണ്ട്. There is one great king along with me, that more than greater than us. ആമേൻ. Hallelujah. അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ ഇടപാടൊന്നും എനിക്ക് വേണ്ട. So I don't want any kind of tetrarchs over this ഞാൻ ഈ place. ലോകത്തിൽ ആശ്രയിക്കുന്നുമില്ല. I'm not going to rely on this world. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ പ്രാകാരത്തിൽ വന്ന് മുട്ടുമടക്കിയിരിക്കുന്നത്. That's why I'm kneeling before your tabernacle, Lord. എന്റെ ശക്തി എനിക്കറിയാം. I know my power. എന്നേക്കാൾ നല്ലതുപോലെ നിനക്കറിയാം. I know my limitations, but you know better than എന്റെ that. കൂടെ വരുന്നവരുടെ ശക്തി നിനക്കറിയാം. Lord, you know the power of my fellow beings. ഇവരെല്ലാരും കൂടെ കൂടിയാലും But whoever comes joined together, നിന്റെ ശക്തിയുടെ അത്രയും ആകത്തില്ല. no one can stand near your power. ഇന്ന് പകൽക്കാലം ദൈവജനം മനസ്സിലാക്കട്ടെ. Let
the children of God understand it today. ഞാൻ ആരാധിക്കുന്ന ഈ മഹാരാജാവ് ആരാണ്? The Lord whom I serve, who is he? എന്തിനാണ് ഞാൻ ആരാധിക്കുന്നത്? Why I worship him? എന്താ നിനക്ക് വേണ്ടി അവൻ ചെയ്യാൻ പോകുന്നത്? What this king is going to do for each one of us. ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പിച്ചു പറയുക, I want to assure you, ഇവനെ ശരണം പ്രാപിച്ചവരാരും ലജ്ജിച്ചു പോയിട്ടില്ലെങ്കിൽ, no one who put his trust upon him has never failed. ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് തന്നെ പറയുന്നു, I want to tell the people, those who are gathered നിന്റെ here, തല കുനിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. God will never allow you to bow your head before others. നിന്റെ തല കുനിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. God will never put you to shame. ഒന്ന്, നീ അവൻ ആരാണെന്ന് മനസ്സിലാക്കണം. One thing, you should know who he is. രണ്ട്, നീയും അവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് Second മനസ്സിലാക്കണം. thing, you should understand the relationship between you and him. ആമേൻ. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അങ്ങ് എഫേസ്യ ലേഖനത്തിലോട്ട് ഓടണം. To understand that, we need to go through Ephesians. ആമേൻ. അതിനേക്കാൾ മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അങ്ങോട്ട് വാക്യത്തിലോട്ട് ഓടാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. I'm not going deeply into that because of the time. നമുക്കെല്ലാവർക്കും അറിയാം, We all know about it. നമ്മളെല്ലാം വീണ്ടും ജനനം പ്രാപിച്ചവരാണെന്നാണ് എന്റെ വിശ്വാസം. I consider that, I believe that you all are born again. കൈപൊക്കി രക്ഷിക്കപ്പെട്ടവരല്ല, ഹൃദയത്തിൽ കർത്താവ് വന്നെന്ന് ഉറപ്പ് വന്ന്, പാപത്തെ കുറിച്ച് ബോധം വന്ന്, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അകത്ത് ഇരുത്തി രാജാവായി വാഴിച്ചു എന്ന ഉറപ്പുള്ളവരാണ് വീണ്ടും ജനം പ്രാപിച്ചവര്. The people, those who are born again, it's not just raise their hands when the pastor said, or rather the teacher said, but those who have a clear confidence in their heart by the word of God, accepting Lord Jesus Christ and became saved. കൈപൊക്കിയവരെല്ലാവരും ബന്ധുക്കോസുകാരൊന്നുമല്ല. It's not that the children of God are not all those who raise their hands. കൈകൊട്ടിയവരും പാട്ടുപാടിയവരെല്ലാം ബന്ധുക്കോസാകണമെന്നില്ല. Whoever said and clapped are not Pentecostals or born again. ആമേൻ. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ കഴിയും. This everyone can do it. പക്ഷേ അകത്ത് കർത്താവ് ജനിച്ചവനെ കണ്ടാൽ അറിയാം. We can understand the person who is born again, that Christ born in their heart. അവന്റെ മുഖം കണ്ടാൽ അറിയാം. We can understand by seeing that person's face. അവന്റെ സ്തോത്രം കേട്ടാൽ അറിയാം. The praising style of the person, we can realize it. ക്രിസ്തുവിനെ അകത്ത് രക്ഷിതാവായി വിശുദ്ധീകരിച്ച ദൈവജനമുണ്ടെങ്കിൽ, if you are sanctifying the Lord Jesus Christ in your hearts, നിന്റെ അകത്തിരിക്കുന്നവനാണ് മഹാരാജാവ്. the one who dwells in your heart inside you is the King of Kings. നീ അവന്റെ മക്കളല്ല. You are not his children, പക്ഷേ നിന്നെ ദത്തെടുത്തതാ. but you are become adopted child before the Lord. പുത്രത്വം അവകാശവും തന്നതാ. You are given sonship and inheritance. ആമേൻ. അങ്ങനെ നിന്നെ മക്കളാക്കി തീർത്തതാ. That way you are children of God. അങ്ങനെ നീ മക്കളാണെങ്കിൽ, If you are a child of God, മഹാരാജാവ് നിന്റെ അപ്പനാണെങ്കിൽ, if the heavenly Father is your father, എന്ന് ധൈര്യത്തോടെ ചെന്ന് നിനക്ക് പറയാം, you can come closely and boldly, ഈ പ്രശ്നം എന്റെ കൈ കൊണ്ട് തീർക്കാൻ പ്രയാസമാണ്. Lord, it is not possible Amen. for me to do it. ഈ വിഷയം എന്റെ കൈ കൊണ്ട് തീർക്കാൻ പ്രയാസമാണ്. I am unable to resolve it. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അതുകൊണ്ട് ദൈവമേ, എൻ്റെ അപ്പനേ, എന്നെ സഹായിക്കണമേ. Therefore, my Father in heaven, help me. Hallelujah. 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 ഒരു സ്തോത്രം കൂടെ പറഞ്ഞിട്ട് ദൈവജനം, Can we praise the Lord? ഇന്ന് പകൽ പിതാവിൽ എത്ര പേര് ആശ്രയിക്കാൻ തയ്യാറുണ്ട്? How many of you are willing to trust in the Lord today? Hallelujah. Hallelujah. ഇവിടെ എഴുതിയിരിക്കുന്നത് അവൻ നമുക്ക് അവകാശത്തെ തന്നു. Here it is written that he gave us inheritance. മക്കളെങ്കിലോ നമ്മൾ അവകാശികളാണ്. If we are the children, we are having an inheritance. നമ്മൾ മക്കളല്ലായിരുന്നു. We were not his children. അവന്റെ പുത്രനായ യേശുവിൽ കൂടെ നമ്മളെ മക്കളാക്കി മാറ്റിയതാണ്. We became his children and God transformed us. നമ്മളെ മക്കളാക്കാൻ പിതാവ് വലിയ വിലയാ കൊടുത്തത്. Father gave a greatest price for letting us to be his children. ആ വില എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന
ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I praise and thank the Lord for Yes. the people, those who understand the depth of the അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. For such people only Yes. can praise the Lord. ആ വില മനസ്സിലാക്കിയ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I give thanks to the Lord Yes. once again for such people. ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്ത് തന്നെയായാലും Whatever may be the problems which we face today, ഇതെന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ അപ്പൻ മാറ്റിവെക്കുന്നവനല്ല. even if we say the Lord Yes. will not keep it aside that I can't do ഇന്ന് it. വേദനയോടെ വന്നവരോട് പറയുക, I am telling the people, those who are in pain today, വേദനയോടെ തിരിച്ചു പോകണ്ട. you should not go back with your pain in your heart. പരിഹരിക്കാൻ കഴിയുന്ന ഒരു അപ്പൻ നമ്മുടെ നടുവിലുണ്ട്. There is the Lord who can resolve your issues today. അവന്റെ പേരാണ് മഹാരാജാവ്. His name is the King of Kings, the അവൻ greatest King. ജാതികളുടെ സകല രാജ്യങ്ങളെയും He ഭരിക്കുന്നവനാണെങ്കിൽ is the one who rules over the entire nation. ഈ രാജ്യത്ത് എനിക്കെന്താ വേണ്ടിയത് അത് ചെയ്യാൻ എന്റെ അപ്പൻ ശക്തനാ. He is capable of doing things which you need to have it in this place even. നീ ജോലി ചെയ്യുന്ന മേഖലയിൽ, In your place of work, നിന്റെ വീട്ടിനകത്ത്, in your home, നീ കൂടുന്ന നിന്റെ ദേശത്ത്, in your place where you dwell, നീയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ in your surroundings or the issues which you are നിന്റെ കൈ involved. കൊണ്ട് തീരാത്തത്, There is nothing which is impossible with your own hand. നിന്റെ കയ്യിലെ പണം കൊണ്ട് തീരാത്തത്, May not be happening with your own might of നിന്റെ power or money. പിടിപാട് കൊണ്ട് തീരാത്തത്, It may not be resolved with your own authorities. തീർത്തു തരാൻ കഴിവുള്ള ഒരു അപ്പൻ നമുക്കുണ്ട്. There is a Father for us to do ഇന്ന് these പകൽ എത്ര things. പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe it today? അവൻ വെറും ഒരപ്പനല്ല, He is not just an ordinary Father. സകലത്തെയും ഭരിക്കുന്ന അപ്പനാണ്. He is the Father who is having an authority over everything. ഇവിടെ വ്യക്തമായി വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. Here the Bible clearly mentions it. നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ When you read the fourth word, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. He is the one who chose Amen. our inheritance and gave it to us. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഹലോ, Hallelujah. Are you listening? സ്തോത്രം 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 Let's സ്തോത്രം praise the സ്തോത്രം Lord. Hallelujah. സ്തോത്രം. Hallelujah. ആമേൻ Stotram, stotram. ആമേൻ Praise God. ആമേൻ. Hallelujah. Praise the Lord. Hallelujah. അവൻ നമ്മുടെ അവകാശത്തെ നമുക്ക് തിരഞ്ഞെടുത്തു തന്നു. He has chosen our inheritance for us. ഇവിടെ എഴുതിയിരിക്കുന്നത് അവരുടെ ശ്ലാഘ്യ ഭൂമിയെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് കൊടുത്ത ഭൂമിയെ ജാതികൾ കുറെ നാൾ ഭരിച്ചു. പക്ഷേ ജാതികളെ നീക്കിക്കളഞ്ഞ് അബ്രഹാമിന്റെ സന്തതിക്ക് ദൈവം അത് തിരികെ കൊടുത്തു. Here it is mentioned that is the land they loved, or rather the land of promise, but it was being ruled by some people, but God gave it to them back. എന്നാൽ ഇന്ന് എനിക്കൊരു ദൂത് പറയാനുണ്ട്. Today I want to share a message from നിന്റെ that. അവകാശത്തിനകത്ത് ജാതീയ ശക്തിയുടെ കൈയുണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ, Even if you may think that there is a hand of the people on your inheritance, എന്തോ പ്രശ്നമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, even if you think that there is a problem on my issues which are promised, നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് നടക്കണ്ട. even if you are weeping and crying by slapping your chest, നിനക്ക് അവകാശം തന്നത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, no need to Yes. do that. If the Lord has given that inheritance, ഞാനൊന്ന് അക്കമിട്ട് പറയുകയാണ്, I want to number and say, ആരോഗ്യം എന്റെ അവകാശമാണ്. ഒരു ആമേൻ health പറയാതിന് is my inheritance. വേണ്ടിയവര് പറഞ്ഞാൽ മതി, ആരോഗ്യം എന്റെ അവകാശമാണ്. If you want to claim it, you say, health is my inheritance. അതിനകത്ത് ശത്രുവിന് കയറി തൊടാൻ ഞാൻ The അനുവദിക്കത്തില്ല. Lord will not allow Satan to come into that. കുടുംബം എന്റെ അവകാശമാണ്. My family is an inheritance given by God. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമേൻ പറഞ്ഞാൽ മതി If എന്ന്. you want, you can say amen. അതിന്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരാൻ പോവുക. To the third thing I would like to come. തലമുറകൾ എന്റെ അവകാശമാണ്. Your generation is your inheritance from the അതിനെ Lord. തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. The Lord will not allow you, Satan to touch your children. ജോലി എന്റെ അവകാശമാണ്. My job and my work is my inheritance. അതിനകത്ത് ശത്രു കയറി കളിക്കാൻ ഞാൻ The സമ്മതിക്കത്തില്ല. Lord is not going to allow in that. Amen. Praise the Lord. നന്മ എന്റെ അവകാശമാണ്. My earthly blessings, even my monetary things also ശുശ്രൂഷ are my blessing. ശുശ്രൂഷ എന്റെ My അവകാശമാണ്. ministry is my inheritance. അതിനകത്ത് കൈയിടാൻ പിശാച് നിന്ന് ഞാൻ സമ്മതിക്കത്തില്ല. Satan, the Lord is not going to allow to touch in that. ഒരുപാട് അവകാശങ്ങൾ നമുക്ക് There are a തന്നിട്ടുണ്ട്. lot of inheritance God has promised us. പ്രാർത്ഥിക്കേണ്ടത് എന്റെ അവകാശമാണ്. Prayer is our inheritance. ആരാധന അവകാശമാണ്. Our worship service is an inheritance. ദൈവത്തിന് കൊടുക്കുന്ന എന്റെ അവകാശമാണ്.
അവകാശമാണ്. I give it to the Lord is from my inheritance. ദൈവത്തെ സേവിക്കുന്ന എന്റെ To അവകാശമാണ്. serve the Lord is an inheritance. ഇതിനകത്ത് പിശാച് കയറി കൈയിട്ടാൽ If Satan is trying to intrude into that, നിനക്കതിനെ മാറ്റാൻ കഴിയത്തില്ലെങ്കിൽ you may not be able to cast him away. ഇന്ന് പകൽക്കാലം നീ വിളിച്ചു പറ, But shout to the Lord and proclaim it to the powers. നീ എനിക്ക് തന്ന അവകാശത്തിന്റെ മേൽ Father, the inheritance which you gave me. നല്ല സ്തോത്രം പറയണം കേട്ടോ. Let's praise the Lord with the whole heart. വിശ്വാസത്തോടെ സ്തോത്രം We പറയണം. need to praise the Lord with faith. ഇന്ന് പകൽക്കാലം ഒരു വിടുതലിനകത്ത് സംഭവിക്കാൻ പോവുക. There should be a great deliverance in this യേശുവിന്റെ midst today. നാമത്തിൽ സംഭവിക്കാൻ പോവുക. Let it happen in the name of Jesus. നീ ഇതങ്ങ് വിശ്വസിച്ചാ മതിയെന്ന്. You need to believe. ഇത് ഞങ്ങൾ രണ്ടുപേരോട് എഴുതിയ വചനമല്ല, It is not written by both of us. സ്വർഗത്തിൽ സ്ഥിരമായിരുന്ന This വചനമാണ്. is a permanent word of God in the heaven. ആ വചനം ഇങ്ങനെ പറയുന്നത്, It's an established word and it says like this. എനിക്കൊരപ്പനുണ്ട്, I have a father. അവനാണ് എന്റെ അവകാശം He is തന്നിരിക്കുന്നത്. the one who gave his inheritance. ഞാൻ അവന്റെ അവകാശമാണ്. I am his inheritance. ഈ അവകാശത്തിനകത്ത് In this inheritance, 125 സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ in Psalm 125 we see നീതിമാൻ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് the righteous one should not stretch his arms into filthy things. ദുഷ്ടന്റെ ചങ്കോൽ നീതിമാന്റെ അവകാശത്തിൽ The ഇരിക്കത്തില്ല. scepter of the evil or the Amen. devil, it will not be upon the inheritance of the children. സന്തോഷത്തോടെ സ്തോത്രം ചെയ്താട്ടെ. Let's praise the Lord with the whole heart. എന്തോ ഒരു മാറ്റം സംഭവിക്കാൻ പോവാ. There should be a great change going to happen. എന്തോ ഒരു വിടുതൽ സംഭവിക്കാൻ പോവാ. There will be a great deliverance going to happen. അവകാശം വേണ്ടിയവരെ വിളിച്ചു പറയട്ടെ. If you need an inheritance, let's shout. എന്റെ ശരീരത്തെ ദൈവം തന്നതാ. My body is given by the Lord to me. ഇതിനകത്ത് എന്തോ വേണമെന്ന് ഞാനല്ല I am തീരുമാനിക്കുന്നത്. not the one who is going to decide in my body. ഒരു ഓപ്പറേഷൻ ചെയ്യാതെ എന്നെ സൗഖ്യമാക്കാം. The Lord is able to deliver me without an operation. ആമേൻ. എന്നെ Hallelujah. സൗഖ്യമാക്കാം. The Lord is going to heal us. ഇന്ന് പകൽ എന്റെ അപ്പന് കഴിയോ? My Father is able to deliver me. വൈദ്യശാസ്ത്രം തള്ളിയത് Even if the medical people reject എന്റെ you, അപ്പന് ചെയ്യാൻ കഴിയോ? my Father is able to deliver. അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയത് അവനാണ്. When I was formed in the womb of my mother, it Yes. was by my Father. എന്റെ ശരീരത്തിന്റെ സ്പെയർ പാർട്സ് എന്റെ അപ്പന്റെ കയ്യിലുണ്ട്. Every component of my body, it വിശ്വസിക്കുക. is there in my God's hand. എന്റെ ശരീരത്തിന്റെ സ്പെയർ പാർട്സ് എന്റെ അപ്പന്റെ കയ്യിലുണ്ട്. I belong to the Father and Yes. the parts of my body is in the hands of the Lord. മാറ്റിവെക്കാൻ അവൻ ശക്തനാണ്. He is able to replace it and renew it. ആമേൻ. സാക്ഷ്യം പറയാൻ നേരമില്ല. I don't have time to witness. 2023 എന്റെ ലങ്സ് കൊളാപ്സ് ആയതാ. My lungs were collapsed in 2023. ഡോക്ടർ പറഞ്ഞു നീ ഒരിക്കലും നീ പ്രസംഗിക്കത്തില്ല. Doctor said that I will not preach again. ആമേൻ. ഒരു മാസം കഴിഞ്ഞപ്പോ After 1 month, പരിശുദ്ധാത്മാവ് പറഞ്ഞു നിന്നെ ഞാൻ യൂറോപ്പിൽ അയക്കാൻ പോവുക. the Holy Spirit told me that I'll be sending you to Europe. ഞാൻ ഇരിക്കുന്നത് ഓക്സിജൻ വലിച്ചോണ്ടാ. I was supported with oxygen. എന്റെ കട്ടിലിന്റെ തലക്കൽ വലിയൊരു ഓക്സിജൻ സിലിണ്ടർ വെച്ച് I had a ചെയ്തിരിക്കുക. cylinder of oxygen just near my bed at the bedside. ദൂത് കേട്ടപ്പോ ഞാൻ ദൈവത്തോട് ചോദിച്ചു സിലിണ്ടർ കൂടെ കൊണ്ടുപോകണോ? When I heard the message, I asked that, Lord, should I have to carry oxygen along with me? നീയല്ലയോ വിശ്വാസം പ്രസംഗിക്കുന്നേ. The Lord told that, are you the one who is speaking എന്നാ ഞാൻ faith? പറഞ്ഞു നീ അങ്ങ് വിശ്വസിക്കാൻ പറഞ്ഞു. Then you should believe it. ആമേൻ. അന്ന് മുതൽ എന്നെ ദൈവം സൗഖ്യമാക്കാൻ തുടങ്ങി. From that moment, God has saved me, healed me. പിറ്റേ ദിവസം സിലിണ്ടർ മാറ്റി വെച്ചു. Next day, I have replaced the oxygen cylinder. പിറ്റേ ആഴ്ച ഞാൻ 1 മണിക്കൂർ പ്രസംഗിച്ചു. I spoke 1 hour in the next week's service. ദൈവം എനിക്കൊരു പുതിയ ലങ്സ് തന്നു. God gave me a new lungs. ആമേൻ. Hallelujah. ഇതെന്റെ അനുഭവമാണ്. This is my experience. ആരും പറഞ്ഞു കേൾപ്പിച്ചതല്ല. This is not being told by other people. ഹല്ലേലൂയ. Hallelujah. മെഡിക്കൽ എന്നെ തള്ളിയതാണ്. Once I was rejected, സ്വർഗം എന്നെ തള്ളിയില്ല. the heaven didn't reject me. അവൻ എന്റെ മഹാരാജാവ് He is തന്നെ. my King of kings and the greatest king. അവനെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. There is nothing impossible for him. ഇന്ന് എത്ര പേർക്ക് ഇത് ആവശ്യമുണ്ട്? How many of you need him നിന്റെ today? ആത്മീയ വിഷയമാകട്ടെ, Whether it is your spiritual നിന്റെ matter, ഭൗതിക whether വിഷയമാകട്ടെ, it is your physical matter, നാളുകൾക്ക് മുമ്പ് നിന്നോട് ദൂത് പറഞ്ഞ വിഷയമാകട്ടെ, there might be a thing which was told you years or days back. എത്ര ചിന്തിച്ചിട്ട് നടക്കാത്ത വിഷയമാകട്ടെ, It may not be a thing which cannot happen even if you think in your own way. നിയമത്തെ ഉണ്ടാക്കാനും നിയമത്തെ മാറ്റാനും കഴിവുള്ള ഒരപ്പൻ നമ്മുടെ മീതെ There is a Father in heaven who knows about every law and who can change the law. ഏതു നിയമത്തെ മാറ്റാനും Every law can be changed by പുതിയ him. നിയമത്തെ കൊണ്ടുവരാനും He is the one who can constitute a new law. മുറിക്കാനും മുറിവ് കെട്ടാനും He is the one who is able to cut it and join. രാജാക്കന്മാരെ
വാഴിക്കാനും എടുത്തു He is the കളയാനും one who is there to anoint the kings and remove the kingdom. കഴിവുള്ള ഒരു ദൈവം He നമുക്കുണ്ട്. is the great God who is powerful. ആമേൻ. കൈവക്കിയ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Shall we raise our hands and shout hallelujah? വിശ്വസിക്കുന്നവര് മാത്രം If വിശ്വാസത്തോടെ you ഹല്ലേലൂയ പറഞ്ഞാട്ടെ. believe, let's raise our hands and say In hallelujah. the name of Jesus. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുക. I would like to proclaim it before you. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? For that, what we should do. ഇങ്ങനൊരു ദൈവം നമുക്കുണ്ട്. There is a father, a God like him. തോറ്റവനല്ല, He's not a failed God. തോൽവി അവൻ അറിയത്തില്ല. He doesn't know the failures. സകല രാജ്യങ്ങളെയും ഭരിക്കുന്ന ദൈവമാ. He rules over every nation. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരു നേഷന്റെ അവൻ നിയമത്തെ മാറ്റാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. The Lord who can change the rules and laws of the nations for you and your needs. ആമേൻ. Hallelujah. ഒറ്റ രാത്രി കൊണ്ട് മലേഷ്യയുടെ നിയമത്തെ മാറ്റി, നിയമത്തെ തിരുത്തി എഴുതി, എനിക്ക് വിസാദം തന്നെ അവിടെ ഇറക്കി 17 ദിവസം ശുശ്രൂഷിപ്പിച്ചവന്റെ അപ്പൻ. In a night's time, the Lord changed the rule of Malaysia and I could land in that Yes. place. 17 days I served the Lord over there. എല്ലാ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. I have the proof of those things in my ഹല്ലേലൂയ. hand. സ്വർഗ്ഗം പറഞ്ഞു ഞാൻ രാജാവായിട്ടിരിക്കുന്നെങ്കിൽ The King of Kings, he said that I am the Lord and King of everything. നിന്റെ മുമ്പിൽ തുറക്കേണ്ട വഴികൾ ആരും അടയ്ക്കത്തില്ല. No one will close the doors before you because I am going ഒന്ന് to വാ open. തുറന്ന് പറയാൻ പഠിക്ക്. Let's open our mouth and shout to the Lord എന്റെ what the Lord has done. എന്റെ അപ്പൻ തുറന്ന വഴി ആരും അടയ്ക്കത്തില്ല. Nobody will close the day Amen. and waits for us. ഇന്ന് നിനക്കൊരു വഴി ദൈവം തുറക്കും. God is going to open a way for you. യെസ്. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടത്? What you should do? അതുകൂടെ ഞാൻ പറഞ്ഞ് I'm അവസാനിപ്പിക്കാം. going to conclude by saying that. ഹല്ലേലൂയ. Hallelujah. ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ The first verse when I come സകല over there, ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ. every nation clap your hands. അതിന്റെ താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ The following verse when we read it, ജയഘോഷത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. let's come close to the Lord's presence with a triumphant voice. അവൻ രാജാവാകയാൽ He is the King. അവന്റെ രാജ്യത്വത്തിന് ഒത്തവണ്ണം വേണം നീ അവനെ We ആരാധിക്കാൻ. need to praise and worship the Lord according to His glorious kingdom. നിന്റെ സൗകര്യത്തിലല്ല അവനെ ആരാധിക്കേണ്ടത്. We should not be worshiping the Lord according to our convenience. അവന്റെ മഹത്വത്തിനൊത്തവണ്ണം നീ അവനെ We should ആരാധിക്കണം. worship the Lord according to His glory. അവൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം We ആരാധിക്കാൻ. need to know who He is and we need to worship. ദൈവത്തിന് ഒരു സ്തോത്രമേ പറഞ്ഞുള്ളെങ്കിലും, Even if you say one praise to the ഒരു Lord, പ്രാവശ്യമേ even കൈകൊട്ടിയുള്ളെങ്കിലും if you clap only once, അവൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് ചെയ്താൽ. we should realize ആ. who He is and അതിന- worship according to His അതിനകത്ത് glory. അവനകത്താണ് അവന്റെ കൃപ നിന്റെ മേൽ പകരപ്പെടുന്നത്. And according in that place, the Lord's glory will be revealed to you. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. Let's close our eyes before എല്ലാ the Lord. ആധാരങ്ങളും ഒന്ന് തുറക്കട്ടെ. Let's open our mouths. ഹല്ലേലൂയ. സക്കറിയ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ When we read the book of Zechariah, the 9-ാം prophecy, അധ്യായത്തിന്റെ 9-ാം വാക്യം പറയുന്നു, 9th chapter, 9th ഇതാ verse. നിന്റെ രാജാവ് കഴുതപ്പുറത്ത് വരുന്നു. Lo, your king is Ah. coming on a donkey's calf. അവൻ ജയശാലിയായി He വരുന്നവനാണ്. is the mighty warrior winner. താഴ്മയുള്ളവനായി വരുന്നു. He is the man coming in humbleness. അതുകൊണ്ട് സിയോൻ പുത്രിയേ, Lo, the lady of Zion, ആമേൻ, ഉച്ചത്തിൽ ഘോഷിക്കാം. shout to the Lord and glorify Him. ആദരം തുറന്നൊന്ന് ദൈവത്തെ ഘോഷിച്ചാട്ടെ. Let's praise the Lord by opening our mouths and give thanks to the Lord. കൈ രണ്ടും കൊണ്ടുവന്നവരൊന്ന് താലി ഒന്ന് ബജാക്കർ താലി ബജാ കൈ ഒന്ന് അടിച്ച് If ഒന്ന് you can, കർത്താവിനെ സ്തുതിച്ചാട്ടെ. clap your hands and ആമേൻ. praise the Lord. Give ശക്തമായി thanks. നടിച്ചാട്ടെ. Let's clap the hands and ഇത് glorify the Lord. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഭാഷയല്ല. It's not our words. ഇന്ന് വായിച്ച സങ്കീർത്തനക്കാരൻ പറയുന്നു, This is from the psalm which we read. താലി ബജാക്കർ പ്രഭു കോ ധന്യവാദ് കരേ. നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കരേറ്റാം. ആമേൻ. താലി ബജാക്കർ പ്രഭു കോ ധന്യവാദ് നമ്മുടെ കരേ. കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഓ മഹാരാജാ ഹേ, ദൈവ മഹാരാജാവായ കർത്താവാണ്. രാജാവോങ്കി രാജാ, അവിടുത്തെ രാജാധിരാജാവാണ്. പ്രഭുവോങ്കി പ്രഭു, അവിടുത്തെ പ്രഭുക്കന്മാരുടെ പ്രഭുവാണ്. സംഘ കർണേ വാലാ, അവിടുത്തെ സൗഖ്യമാക്കുന്നവനാണ്. പവിത്ര ആത്മാ കോ ദേനെ വാലാ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ്.
सभी को सब देने वाला है സകല വ്യക്തികൾക്കും സകല ആത്മാക്കൾക്കും ആത്മാവിനെ നൽകുന്നവനാണ്. हालेलुया ഹല്ലേലൂയ. आज हमारा बीच में है हमारा प्रभु നമ്മുടെ മധ്യത്തിൽ Praise the Lord. ദൈവം എഴുന്നള്ളി വന്നിട്ടുണ്ട്. आमेन वो हमारा बीच में നമ്മുടെ है മധ്യത്തിൽ ആ കർത്താവുണ്ട്. विश्वास से देखो നാം വിശ്വാസത്തോടെ അവനെ ഒന്ന് നോക്കാം. हालेलुया Hallelujah. विश्वास से टच करो നമ്മുടെ വിശ്വാസത്താൽ അവനെ ഒന്ന് സ്പർശിക്കാമോ? आमेन छू ले അവിടുന്ന് ആ കർത്താവിനെ നമുക്കൊന്ന് തൊടാമോ? आमेन छू ले ആ കർത്താവ് നമ്മെ ഒന്ന് ओ തൊടാൻ അവനെ परमेश्वर को തൊടാമോ? छू ले ദൈവം നമ്മെ ഒന്ന് സ്പർശിക്കട്ടെ. ओ चंगाई देने वाला परमेश्वर അവിടുന്ന് है സൗഖ്യം നൽകുന്ന കർത്താവാണ്. समाधान देने वाला അവിടുന്ന് परमेश्वर നമ്മുടെ है ഹൃദയങ്ങളിൽ ശാന്തിയും സമാധാനവും തരുന്നവനാണ്. आमेन दुनिया की बड़ा वो परमेश्वर ഈ है ലോകത്തെക്കാൾ വലിയവൻ അവിടുന്നാണ്. आमेन और स्वर्ग स्थान में बैठा അവിടുന്ന് है സ്വർഗോന്നതങ്ങളിൽ വാസം ചെയ്യുന്നവനാണ്. आज हमारा बीच में आ അവിടുന്ന് गया ഇന്ന് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. प्रभु को धन्यवाद करे കർത്താവിന് നമുക്കൊന്ന് മഹത്വം और ചെയ്യാം. एक बार धन्यवाद ഒരു करे പ്രാവശ്യം കൂടെ നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ताली बजाकर धन्यवाद കരങ്ങളെ അടിച്ചുകൊണ്ട് करे കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ Hallelujah. കൈകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് Let's clap our hands and praise the Lord. ദൈവ ഈ വചനങ്ങളാണ് May the Lord അനുഗ്രഹിക്കട്ടെ bless us by these words. Amen. Hallelujah. Hallelujah.